ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് KSRTC CMD ഓഫീസ് ഉപരോധിച്ച് TDFന്റെ പ്രതിഷേധം തുടരുകയാണ്. ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്നും പക്ഷേ അത് ഉണ്ടായില്ല എന്നും സംഘടനാ നേതാക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. ശമ്പളം ലഭിക്കുന്നതുവരെ ഉപരോധം തുടരാനുള്ള തീരുമാനത്തിൽ ആണ് TDF. കിഴക്കേക്കോട്ടയിലെ KSRTC MDയുടെ ഓഫീസിന്റെ ആസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പുതിയ മന്ത്രി, ഗതാഗത മന്ത്രി ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം നൽകിയ ഉറപ്പായിരുന്നു എല്ലാ 1-ാം തീയതിയും മുഴുവൻ ശമ്പളവും ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന്. പക്ഷേ ഒക്ടോബർ മാസത്തെ ശമ്പളം നവംബർ മാസം 18-ാം തീയതി ആകുമ്പോഴും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. 1 രൂപ പോലും കയ്യിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ 24,000-ഓളം KSRTC ജീവനക്കാരാണുള്ളത്. അവരെല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് TDFന്റെ നേതൃത്വത്തിൽ ഈ ഉപരോധ സമരം KSRTC ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. TDFന്റെ പ്രതിനിധി എന്നോടൊപ്പം ചേരുന്നു. താങ്കളുടെ പേരെങ്ങനെയാണ്? അജയ് കുമാർ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം? വളരെ മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും, അതായത് ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതിന് ശേഷം വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഒടുവിൽ വീണ്ടും ഇങ്ങനെ ഒരു സമരത്തിലേക്ക്, ഉപരോധത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഞങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ഈ 8.5 വർഷം കൊണ്ട് നിരന്തരമായി ശമ്പളത്തിന് വേണ്ടിയുള്ള സമരം നടക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന് വേണ്ടി ഈ നവംബർ 6-ാം തീയതി മുതൽ തുടങ്ങിയ സമരമാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ചീഫ് ഓഫീസിൽ ഉപരോധ സമരത്തിലേക്ക് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഉപരോധം നടത്തിയപ്പോൾ ശനിയാഴ്ച ശമ്പളം തരാമെന്ന് പറഞ്ഞു. ഇന്ന് 18-ാം തീയതി ആയിട്ട് പോലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല. പഠിക്കുന്ന കുട്ടികളുണ്ട്, അസുഖം ബാധിച്ച ക്യാൻസർ ബാധിതരായിട്ടുള്ള ഓരോ തൊഴിലാളികളുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങുന്നതിനോ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുന്നതിനോ അരി വാങ്ങുന്നതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, വീട്ടുവാടക കൊടുക്കുന്നതിനോ അരി വാങ്ങുന്നതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സമരം ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി ശമ്പളം നൽകുക. അതുപോലെ തന്നെ കേരളത്തിലെ സമസ്ത മേഖലയിലുള്ളവർക്കും DA കൊടുത്തു. ഞങ്ങളുടെ DA കുടിശ്ശിക തരിക. അതുപോലെ തന്നെ ഞങ്ങൾ 6-ാം തീയതി മുതൽ സമരം എന്ന് പറഞ്ഞ് ഈ പ്രതിഷേധിക്കാൻ പോലും ലീവ് എടുക്കുന്ന തൊഴിലാളികളുടെ മേൽ അവരുടെ അച്ചടക്ക നടപടിയെടുത്ത് വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറും പീഡനമാണ് നടക്കുന്നത്. ഈ 16 ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം തൊഴിലാളികളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ശമ്പളം തരാതിരിക്കാനുള്ള ഒരു പ്രവണതയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഞങ്ങൾ തുടർച്ചയായിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം, ഈ ഗണേഷ് കുമാർ വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു. അദ്ദേഹമെങ്കിലും ഞങ്ങൾ സഹായിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയൊക്കെ വാക്ക് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് വന്നത്.